ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ തറവാട്ടിൽ നിന്ന് കുറച്ച് പഴം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ അതിൻ്റെ മാവ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാവ് റെഡിയാക്കിയത്. അപ്പോൾ ഒരു കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാവ് അടച്ചു വെച്ചിട്ടോ. പിന്നെ ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു, ഫോണിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടി വന്നിട്ട് അമ്മ എന്തുണ്ടാക്കണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാക്കണു പഴം നടുകെ മുറിച്ചിട്ട് അത് നീളത്തിൽ ഒരു 3 എണ്ണം ആക്കുകയാണ് കേട്ടോ, ഒരു പഴം തന്നെ. അപ്പോൾ ചെറിയ ചെറിയ പഴംപൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, കാരണം നമ്മുടെ ചട്ടി ചെറുതാണ്. അപ്പോൾ പിന്നെ ചെറിയ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പഴം മൊത്തം എടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അമ്പാടി തവണ അടുക്കളയ്ക്ക് വന്നിട്ട് അമ്മ ഞാനും അരിയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവനെ ഞാൻ അവിടെ കയറ്റി ഇരുത്തി. കത്തിയൊന്നും കൊടുത്തില്ല കേട്ടോ, കത്തി കൊടുത്ത് എന്തായാലും അവൻ മുറിയാക്കും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചായക്ക് എന്തെങ്കിലും വേണമല്ലേ, സ്കൂൾ ദിവസം ആയതുകൊണ്ട് മക്കൾക്ക് കുറച്ച് വിശപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം പഴംപൊരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി കേട്ടോ ഈവനിങ് സ്നാക്സിന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ ഫ്ലവറിലാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ പാനിലേക്ക് ഇതാക്കണ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാൻ വെക്കട്ടെ. ആ സമയം കൊണ്ട് ചായക്ക് വെള്ളം വെക്കുകയാണ്. അപ്പോൾ ചായക്ക് ഇത് കുറച്ച് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാലേ എടുത്തിട്ടുള്ളൂ, ബാക്കി പാൽ രാത്രി മക്കൾക്ക് കാച്ചി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ചായക്കും വെള്ളം വെച്ചു. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം തോന്നിട്ട്, ചില സമയത്ത് അതിനു വേണ്ടി നമ്മൾ വിചാരിച്ച പോലെ വ്യൂവേഴ്സോ അതിന് ലൈക്കൊന്നും കിട്ടാതെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇതിലേറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷേ 3 പേരെയും വെച്ചിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും ഇപ്പോൾ വീഡിയോസൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് അറിയാമല്ലോ, വീട്ടമ്മമാർക്കും അറിയാമല്ലോ, എങ്കിലും എൻജോയ് ചെയ്ത് ചെയ്യുന്നു കേട്ടോ. പിന്നെ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ ഇനി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടില്ല. നമുക്ക് ഏട്ടൻ വന്നിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് കേട്ടോ. ഏട്ടൻ വരും എന്നുള്ളൊരു ഉറപ്പിൽ ഇങ്ങനെ നിൽക്കുക തന്നെയാണ്. അങ്ങനെ പഴംപൊരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചും സച്ചുട്ടനും മേല് കഴുകുന്നുണ്ട് കേട്ടോ. വിളക്കൊക്കെ വെക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഈ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഇന്നത്തെ വിളക്ക് വയ്ക്കലും ഒക്കെ അവർ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞ കാര്യം സ്കൂൾ തുറക്കാനായാലും അല്ലേ. അപ്പം ഞങ്ങൾ സാധാരണ മഞ്ചേരിയോ മേലാറ്റൂരൊക്കെ പോയിട്ട് കേട്ടോ മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ എവിടെയാണ് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും 3 പേർക്കും വാങ്ങണം. ഇത്തവണ അമ്പാടിനെയും കൂടെ സ്കൂളിൽ ചേർത്തില്ല, LKGയിലായി അമ്പാടി. അപ്പോൾ അവനുള്ള സാധനങ്ങൾ കൂടെ വാങ്ങണം. അപ്പോൾ 3 പേര് സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം 3 പേര് സ്കൂളിലേക്ക് പോകാനായല്ലോ. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ തീർന്നത്. അങ്ങനെ പറഞ്ഞ് എവിടെയോ എത്തി. അപ്പോൾ മക്കൾ ഇതാ വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നുണ്ട് കേട്ടോ. 3 പേരും അവിടെ ഇരുന്ന് നാമം ചൊല്ലുന്നുണ്ട്. അവരെ കൂടെ ഞാനും നാമം ചൊല്ലാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനതിന് ഒരുങ്ങിയിട്ടില്ല, കാരണം പഴംപൊരിയുടെ പണിയിലാണല്ലോ. അപ്പോൾ അവർ നാമം ചൊല്ലിട്ട് ആ സമയം കൊണ്ട് ഞാൻ പഴംപൊരിയൊക്കെ റെഡി ആക്കിയിട്ടോ. അങ്ങനെ അവരുടെ വിളക്ക് വയ്ക്കലും നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ TV കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പഴംപൊരിയും ചായയൊക്കെ ചൂടാറിയിട്ട് അതൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ സന്തോഷത്തിനും ആഗ്രഹത്തിനും വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ജീവിച്ച് പോകുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ TV കണ്ടിരിക്കും. അതിന് ശേഷം ഇതാകും അമ്പാടീനെ അങ്ങനെ ലെറ്ററൊക്കെ ഒന്ന് എഴുതി പഠിപ്പിക്കണം. സച്ചുട്ടൻ്റെ കൈ ഓക്കെ ആവുന്നുള്ളൂ. വലത്തെ കൈ ആയതുകൊണ്ട് തന്നെ അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോത്തിൽ അടുത്ത വീണ്ടും നമുക്ക് വീണ്ടും കാണാം.